നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുപോലൊരു പ്രതിപക്ഷം ലോകത്ത് കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ എന്നും MV ഗോവിന്ദൻ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ ഫെറോന പള്ളിയിലെ തിരുനാളിന് 27 കൊടിയേറും. മെയ് 14 8-ാം ഇടത്തോടെ സമാപനം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബ്രൗൺ ഷുഗറുമായി ഒരാൾ പിടിയിൽ. ആസാം സ്വദേശി അസദുൽ ഹക്കാണ് പിടിയിലായത്. വിശദമായ വാർത്തകൾ. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുപോലൊരു പ്രതിപക്ഷം ലോകത്ത് ഇവിടെ മാത്രമേ കാണുകയുള്ളൂവെന്നും MV ഗോവിന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞു. വാർഷികാഘോഷ പരിപാടികൾ ഞങ്ങൾ ഇതെല്ലാം പറയും. ഇതെല്ലാം പറയുന്നത് UDF-കാർക്ക് ഇഷ്ടമല്ല. കാരണം ലോകത്ത് ഇതുപോലൊരു പ്രതിപക്ഷമില്ല. ലോകത്ത് ഏത് ജനാധിപത്യ സമൂഹത്തിലെയും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായതിനെ അംഗീകരിക്കുകയും തെറ്റായതാണെന്ന് അവർക്ക് തോന്നുന്നതിനെ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതിയിലുള്ള നിലപാട്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ്, അത് UDF ആയാലും BJP ആയാലും, ഒരേ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതെന്താ? ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. 100 കണക്കിന് എണ്ണം പറയാനുള്ള എല്ലാ കാര്യവും ഞങ്ങളുടെ മുമ്പിൽ. 100 കണക്കിന്, 1, 2, 10, 100 ഒന്നുമില്ല, അതിലും അപ്പുറം. ഈ ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം എണ്ണി പറഞ്ഞാൽ UDF-നും BJP-ക്കും വലിയ ക്ഷീണമായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ദേശിക്കുന്നത്. അതിന് മനസ്സില്ല എന്നാണ് വ്യക്തമായ. കേരളത്തിൽ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ജോലി. സർക്കാരിനെതിരെ നുണപ്രചരണം നടത്തുകയാണ്. അതുകൊണ്ടൊന്നും സർക്കാർ പുറകോട്ടു പോകില്ല. ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ വരുമെന്നും ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും MV ഗോവിന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബ്രൗൺ ഷുഗറുമായി ഒരാൾ പിടിയിലായി. ആസാം സ്വദേശി അസദുൽ ഹക്കാണ് പിടിയിലായത്. ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഈ ബ്രൗൺ ഷുഗർ ഇയാൾ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഇയാൾ കുറച്ചുനാളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് അറിയിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ഈ മാസം 27 മുതൽ മെയ് 14 വരെ നടക്കും. എങ്കിലും ഏതാണ്ട് 2200ഓളം കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എടത്വ ദേവാലയം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ തിരുനാളും വളരെ പ്രസിദ്ധമാണ്. എല്ലാവരുടെയും ഒരുമിച്ച് ചേരാൻ, കാരണം തിരുനാളോടനുബന്ധിച്ചാണ് എല്ലാ കുടുംബങ്ങളിലും ആളുകൾ വിദേശത്തു നിന്നൊക്കെ എത്തി ഈ തിരുനാൾ ആഘോഷിക്കും പതിവുള്ളത്. എടത്വപാട് വളരെ പ്രത്യേകതയാണ്. കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. നമ്മൾ കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു 50 ലക്ഷത്തോളം ആളുകളുടെ ഒരു സാന്നിധ്യം വർഷങ്ങളിൽ വന്നു പോകുന്നുണ്ട് ഈ തിരുനാൾ ദിവസങ്ങളിൽ. ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് തിരുനാൾ നടക്കുന്നത്. ഏപ്രിൽ 27 രാവിലെ 5:45 കുർബാനയെ തുടർന്ന് കൊടിയേറ്റും. തുടർന്ന് പിന്നീട് ദിവസങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ 3-ാം വിശുദ്ധൻ്റെ തിരുസ്വരൂപം നമ്മൾ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്നു. 6, 7 പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങൾ. അതിനുശേഷം 14-ാം 8-ാം ഇടം. അങ്ങനെയാണ്. അതോടുകൂടിയാണ്, കൊടിയിറക്കോടുകൂടിയാണ് നമ്മുടെ ഈ തിരുനാൾ ഔദ്യോഗികമായിട്ട് അവസാനിക്കുന്നെങ്കിലും എപ്പോഴും വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ സാന്നിധ്യമുള്ള ഒരു ദേവാലയം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ആളുകളുടെ സാന്നിധ്യം, തീർത്ഥാടക സാന്നിധ്യം എടത്വയിലുണ്ട്. പ്രയാണത്തിനൊപ്പമുള്ള ചെണ്ട, പടക്കം അടക്കമുള്ളവ ഒഴിവാക്കി. ഞായറാഴ്ച പുലർച്ചെ മുതലുള്ള തിരുക്കർമ്മങ്ങൾക്ക് ശേഷം രാവിലെ 7-ന് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 10-ന് തമിഴ് സീറോ മലബാർ കുർബാന ഫാദർ പീറ്റർ കിഴക്കേതിൽ, ഫാദർ അജിൻ സി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അർപ്പിക്കും. മെയ് 3-ന് വൈകിട്ട് 5:45-ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലീത്ത മാർ തോമസ് തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന അർപ്പിക്കും.
മെയ് 7-നാണ് പ്രധാന തിരുനാൾ. രാവിലെ 5:45 ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കുർബാന അർപ്പിക്കും. വൈകിട്ട് 4-ന് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം 14-ാം തീയതി 8-ാമിടത്തോടെ തിരുനാളിന് സമാപനമാകും. വൈകുന്നേരം 4-ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചുള്ള പട്ടണ പ്രദക്ഷിണം കുരിശടിയിലേക്ക് നടക്കും. തുടർന്ന് കൊടിയിറങ്ങും. രാത്രി 9-ന് തിരുസ്വരൂപം തിരുനട അടയ്ക്കുന്നതോടെ പെരുന്നാൾ കർമ്മങ്ങൾക്ക് സമാപനമാകും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന വടക്കുപുറത്ത് പാട്ടിനായി കാൽനാട്ടിയ പ്ലാവ് മറവ് ചെയ്തു. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് പ്ലാവ് മറവ് ചെയ്തത്. വടക്കുപുറത്ത് പാട്ടിനായി നിലം തൊടാതെ കൊണ്ടുവന്ന പ്ലാവ് ഫെബ്രുവരി 21-നാണ് ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് സ്ഥാപിച്ചത്. വടക്കുപുറത്ത് പാട്ട് സമാപിച്ച് 7 ദിവസം കഴിഞ്ഞ് കാൽനാട്ടിന് ഉപയോഗിച്ച വൃക്ഷം നീക്കം ചെയ്യണമെന്ന ആചാരം. ഇതനുസരിച്ച് വൃക്ഷം പിഴുതെടുത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി മറവ് ചെയ്തത്. ചടങ്ങിൽ വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുധീഷ് കുമാർ, ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ നേതൃത്വത്തിൽ ലോക ഭൗമ ദിനം ആചരിച്ചു. പുത്തനങ്ങാടി KV ദയാലിന്റെ വസതിയിൽ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാവി തലമുറ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമി ഇതുപോലെ തന്നെ നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ ജലാശയവും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയും നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം വളരെ മലിനപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ സംരക്ഷിച്ചു പോകേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രകൃതി മനുഷ്യന് നൽകുന്ന വരദാനമാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവും ജലവുമെല്ലാം. റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷത വഹിച്ചു. നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഹഗ് എ ട്രീ, നമ്മളൊരു മരത്തെ ചേർത്ത് പിടിച്ച് പ്രകൃതിയും നാമും ഒന്നാണെന്നുള്ളൊരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും വലിച്ചെറിയാതെ, നമ്മുടെ ഹരിതകർമ്മ സേനയിലെ എല്ലാവരും ഉണ്ട്, വലിച്ചെറിയാതെ ഈ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് നമ്മളെല്ലാവരും ആ ട്രീയോട് ചേർന്ന് നിന്നൊരു പ്രതിജ്ഞ ആദ്യം തുടങ്ങേണ്ട നമ്മളിൽ നിന്ന് അതെടുക്കുകയും അതിനുശേഷം ഒരു അംഗനവാടിയിലെ കൊടുക്കാനുണ്ടായിരുന്ന സാപ്ലിങ്സ് ഉണ്ട്, 2-3 ട്രീ ഉണ്ട്, അത് പ്രതീകാത്മകമായി അത് ഇവിടെ ട്രഷറർ ബിനു ജോൺ ഏറ്റുവാങ്ങുകയും അതിനും ഉപരിയായി നമ്മുടെ എല്ലാവരുടെയും ആരാധ്യനായ നമ്മുടെ ദയാൽ സാറിനെ നമ്മളൊന്ന് ആദരിക്കുന്നു. ഇത്രയും പരിപാടികളാണ് നടക്കാനുള്ളത്. ഈ ലോകം റിവേഴ്സ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇനി ഈ ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. നമുക്ക് കുറച്ച് റിവേഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് പ്ലെയിൻ പറപ്പിക്കണം, പൊല്യൂഷനാകും. നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും അടച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പുറകോട്ട് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ, എത്ര ശ്രമിച്ചാലും. യോഗത്തിൽ പ്രകൃതി സംരക്ഷകൻ KV ദയാലിനെ ആദരിച്ചു. KE കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവൻ ഹഗ് എ ട്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. KV ദയാൽ മുഖ്യപ്രഭാഷണം നടത്തി. റോട്ടറി ക്ലബ് ട്രഷറർ ബിനു ജോൺ സ്വാഗതം പറഞ്ഞു. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 101ാമത് മഹാസമാധി വാർഷികം 22 മുതൽ 29 വരെ നടക്കുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാധിയോടനുബന്ധിച്ച് അവിടം ഒരു വള്ളികുന്നം വിദ്യാധിരാജപുരം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അവിടെ ഒരു മഹാതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു രഥയാത്ര, അതായത് വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ കൊടിയും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര തിരുവനന്തപുരം ജില്ലയിലെ ചട്ടമ്പിസ്വാമി ജനിച്ച കണ്ണമൂല എന്ന സ്ഥലത്ത് നിന്ന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും അതിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ വൈസ് പ്രസിഡൻറ്റുമായ സംഗീത് കുമാർ ആണ്. ഈ രഥഘോഷയാത്ര വള്ളികുന്നത്ത് എത്തിച്ചേരുകയും അവിടെ ഞങ്ങൾ കൊടിയേറിക്കൊണ്ട് നാളെ മുതൽ ഉത്സവ രീതിയിലാണ് ഈ 7 ദിവസവും കൊണ്ടാടുന്നത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ഒരു വലിയ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നിടത്ത് ഒരു വിശ്വതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രാർത്ഥനാ മണ്ഡപം പണിഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം സ്വാമി ചിദാനന്ദപുരിയാണ് നിർവഹിക്കുന്നത്. അതുകൂടാതെ 27-ാം തീയതി ഡോക്ടർ എന്നറിയപ്പെടുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ചാർട്ടർ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ DM വാസുദേവൻ സാറിൻ്റെ പിറന്നാൾ ആഘോഷം,
അദ്ദേഹത്തിനെ ആദരിക്കുന്ന ദിവസമാണ് 27-ാം തീയതി. അതുകൂടാതെ വളരെ വിപുലമായി ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്വാമികളുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള വിദ്യാധിരാജ രഥയാത്ര, സർവസിദ്ധി അർച്ചന, ആത്മീയ പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ തുടങ്ങിയവ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. 29 വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 4 വരെ നടക്കുന്ന മഹാസമാധി പൂജയോടെ സമാധി വാർഷികാചരണത്തിന് സമാപനമാകും. സ്വാഗത സംഘം കൺവീനർ മീന മുരളി, കമ്മിറ്റി അംഗം അനന്തനാർ പിള്ള, പ്രഭാകരൻ പിള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയായി. സ്വർണ്ണവില ഇതാദ്യമായി 74,000 കടന്നു. പവന് 2,200 രൂപ കൂടി 74,320 രൂപയായി. കാർഷിക വിളകൾക്ക് പേരുകേട്ട കഞ്ഞിക്കുഴി വീണ്ടും സ്വർണ്ണമുഖി ഏത്തവാഴ കൃഷിയിൽ റെക്കോർഡ് വിളവിലേക്ക്. മുഹമ്മ 17-ാം വാർഡിൽ കൊല്ലശ്ശേരി വീട്ടിൽ മോഹനനാണ് വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ സ്വർണ്ണമുഖി ഏത്തവാഴ കൃഷി ചെയ്തത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കടമ്പൊഴി പാടശേഖരത്തിന് സമീപം 1 ഏക്കർ സ്ഥലത്ത് ആണ് മോഹനൻ വാഴകൃഷി ചെയ്തത്. മുഹമ്മ പഞ്ചായത്തുകാരനായ മോഹനൻ ചെത്തുതൊഴിലാളിയാണ്. തന്റെ ജോലിയുടെ ഭാഗമായി കഞ്ഞിക്കുഴിയിലെത്തിയപ്പോൾ കാട് പിടിച്ചു കിടന്ന പ്രദേശം ഒന്ന് വെളിപ്പെടുത്താൻ തീരുമാനിച്ചതാണ് കൃഷി തുടങ്ങാൻ പ്രചോദനമായത്. സ്ഥല ഉടമയിൽ നിന്നും പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 500 സ്വർണ്ണമുഖി ഏത്തവാഴകൾ തികച്ചും ജൈവ രീതിയിൽ ആണ് കൃഷി ചെയ്തിട്ടുള്ളത്. വേപ്പിൻ പിണ്ണാക്ക്, കോഴിവളം, കുമ്മായം, ചാരം എന്നിവയാണ് വളമായി ഉപയോഗിച്ചിട്ടുള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്തും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും കൊടുത്ത സപ്പോർട്ടാണ് കൃഷി മികവുറ്റതാക്കാൻ മോഹനന് കഴിഞ്ഞത്. കൃഷി ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പം കഞ്ഞിക്കുഴി കൃഷി ഓഫീസിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറിനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവരിൽ നല്ല പ്രോത്സാഹനം കഞ്ഞിക്കുഴി കൃഷി ഓഫീസറുടെ എല്ലാ ഓഫീസിൽ എല്ലാ ആൾക്കാരും വന്ന് പല ദിവസങ്ങളിലായിട്ട് വന്ന് നമുക്ക് ഇതിനുള്ള പ്രചോദനം നമുക്ക് തന്നു. അതോടൊപ്പം തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ബൈരഞ്ജിത്ത് ഇതിൻ്റെ വാർഡ് മെമ്പർ നല്ല പ്രോത്സാഹനം നമുക്കിതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇതിലേക്ക് ഈ കൃഷി ചെയ്യണമെന്നുള്ള ഒരാഗ്രഹവും മനസ്സിലുണ്ട്. ചെത്തുതൊഴിലാളിയായ മോഹനൻ തന്റെ ജോലി സമയം കഴിഞ്ഞാണ് കൃഷിക്ക് സമയം കണ്ടെത്തുന്നത്. എന്നാൽ മക്കളും മറ്റ് സുഹൃത്തുക്കളും സഹായത്തിനുണ്ട്. വാർഡ് മെമ്പർ ബൈരഞ്ജിത്തിന്റെ ഇടപെടലാണ് കരപ്രദേശം മോഹനന് കൃഷി ചെയ്യാൻ പാട്ടത്തിന് ലഭിക്കാൻ ഇടയായതെന്ന് മോഹനൻ പറഞ്ഞു. വരും ദിവസം വിളവെടുപ്പ് ഉത്സവത്തോടെ വിപണിയിലിറക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി PK അനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. ചേർത്തല സ്വദേശിയായ ഇദ്ദേഹം ചേർത്തല ട്രാഫിക് പോലീസിലെ ഉദ്യോഗസ്ഥനാണ്. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച പൂച്ചാക്കലിൽ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് സർക്കാർ മേഖലയിൽ ഏത് ഭാഗത്തു നിന്ന് സമസ്ത മേഖലയിലും സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായ പരിരക്ഷ ലഭിക്കാത്ത ഒരു കൂട്ടം തൊഴിൽ സമൂഹമാണ് ഞങ്ങൾ ഈ വയറിംഗ് മേഖല എന്ന് പറയുന്നത്. ഒരു കാലത്ത് അനധികൃത വയറിംഗ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തെങ്കിൽ ഇന്ന് അതിലുപരിയായി പ്രവർത്തിക്കുന്നത് സിവിൽ കോൺട്രാക്ടർമാരാണ്. ഞങ്ങൾക്ക് ലൈസൻസും സമ്പ്രദായത്തിലൂടെ തന്നെ എല്ലാ കോൺട്രാക്ടർമാരും ഇലക്ട്രിക് വയർമാനുകളും ലൈസൻസിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ വർക്കുകൾക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ കോൺട്രാക്ട് എടുക്കാൻ അധികാരപ്പെട്ടിട്ടുള്ള ഈ തൊഴിലാളികളെ കടന്ന് ആക്രമിക്കുന്ന രീതിയിൽ സിവിൽ കോൺട്രാക്ടർമാരുടെ കടന്നുകയറ്റം ഇന്ന് ഞങ്ങളുടെ മേഖലയിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ തൊഴിലാളികളെ അപേക്ഷിച്ച് ഇന്ന് വളരെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് വർക്കുകളുടെ പാതിഭാഗം ചെയ്യുകയും പിന്നെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തുന്ന കാരണം നമ്മുടെ തൊഴിലാളികൾ ഇന്ന് ഈ തൊഴിലിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം മിക്ക തൊഴിലാളികളും ഈ തൊഴിൽ നിർത്തി വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. പാണാവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ ദലീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് P ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ മെരിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്യും. അറിയിപ്പ്. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC ചേർത്തലയിൽ ബുധനാഴ്ച നടത്തുവാനിരുന്ന സിവിൽ സ്റ്റേഷൻ മാർച്ച് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് ഏപ്രിൽ 28 തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയതായി
യൂണിയൻ ജനറൽ സെക്രട്ടറി PR സജീവ് അറിയിച്ചു. ചരമവാർത്ത. ചെറുതല നഗരസഭ 4-ാം വാർഡിൽ നെടുമ്പ്രക്കാട് നികർത്തിൽ റെഡ് വോളണ്ടിയർ പരിശീലകനായിരുന്ന V. രാജൻ നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുപോലൊരു പ്രതിപക്ഷം ലോകത്ത് കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ എന്നും MV ഗോവിന്ദൻ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ എടത്വ ഫെറോന പള്ളിയിലെ തിരുനാളിന് 27-ന് കൊടിയേറും. മെയ് 14-ന് 8-ാം ഇടത്തോടെ സമാപനം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബ്രൗൺ ഷുഗറുമായി ഒരാൾ പിടിയിൽ. ആസാം സ്വദേശി അസദുൽ ഹക്കാണ് പിടിയിലായത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.